ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരോട്, സഹോദരന്മാരോട് ഞാൻ പറയാണ്, ഇതാ പെരുന്നാളിന് നിങ്ങൾ ഡ്രസ്സ് എടുത്തു കൊടുക്കും. ഇവിടെയുള്ള കുടുംബത്തിനും എടുക്കും, നാട്ടിലുള്ളവർക്കും നിങ്ങൾ എടുക്കും. അതേ ടെക്സ്റ്റൈലുകളിൽ എന്തൊരു തിരക്കാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് പോലും കടയിടമകൾക്ക് നോമ്പ് തുറക്കാനാവാത്ത നിലക്ക് ആളുകളെ ആയിരക്കണക്കിന് കടകളുടെ ഉള്ളിലാക്കി ഷട്ടർ താഴ്ത്തേണ്ടി വരുന്ന വിധത്തിൽ നമ്മുടെ മുസ്ലിം മാപ്പിള പെണ്ണുങ്ങൾ അങ്ങനെ ആടിപ്പാടി തിമർക്കുന്നു. റമദാനിന്റെ അവസാനത്തെ 10 പകലുകളിൽ അവർ ടെക്സ്റ്റൈൽസുകളിലാണ്, അവർ കടകളിലാണ്, അവർ അങ്ങാടികളിലാണ്, അവർ നാടോടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് നിയന്ത്രിച്ചുകൂടെ? നമ്മുടെ പെങ്ങന്മാര്, ഉമ്മമാര്, നമുക്കൊന്ന് നിയന്ത്രിച്ചുകൂടെ? അവർക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കുമ്പോ അള്ളാഹ്ക്ക് കോപമുള്ള വസ്ത്രം ഉടുത്തു കൊടുക്കല്ലേ. അത് ഭാര്യയുടെ ഇഷ്ടമല്ലേ, പെങ്ങളുടെ ഇഷ്ടമല്ലേ എന്നൊന്നും പറയല്ലേ. കുല്ലുക്കും റായിൻ, നിങ്ങൾ ഓരോരുത്തരും ബാധ്യതയുള്ളവരാണ്. റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ നിന്റെ ഭാര്യയുടെ വേഷം നിന്നോടും ചോദിക്കും, നിന്റെ മകളുടെ വേഷം നിന്നോടും ചോദിക്കും. നിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ആരൊക്കെയുണ്ടോ? വകുല്ലുക്കും മസ്ഊലും അൻ റഇയതിഹി, ഓരോരുത്തരും തന്റെ കീഴിലുള്ളവരെ കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. കൈ കഴുകി രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് ഡ്രസ്സ് എടുത്തു കൊടുക്കുമ്പോ നല്ലോണം ആലോചിച്ചോ. മോളെങ്ങനെയാ പുറത്തു പോകുന്നത്? ഏത് ഡ്രസ്സാ മോൾ ഉടുക്കുന്നത്? ബാപ്പയായാ പോരാ, ബാപ്പാക്ക് ഉത്തരവാദിത്തമുണ്ട്. പ്രവാസ ലോകത്ത് നിന്ന് അതേ ചോരനീരാക്കി അധ്വാനിച്ച് ഡ്രാഫ്റ്റും പണവും അയക്കല് മാത്രമല്ല നമ്മുടെ ഡ്യൂട്ടി. അങ്ങനെ പണം വാരുവാനുള്ള ATM മെഷീനുകളായി നമ്മുടെ പ്രവാസികളെ നിങ്ങൾ മാറരുത്. ഇതിനൊക്കെ കണക്ക് തീർക്കേണ്ട ഒരു ലോകം വരുമ്പോ ഇതേ മോള്, ഇതേ ഭാര്യ, ഇതേ പെണ്ണ് നിന്നെ നോക്കിയിട്ട് പരലോകത്ത് പറയും, എന്നോട് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാതെ, എനിക്ക് തസ്കിയത്ത് തരേണ്ട കാലത്ത് എനിക്ക് തസ്കിയത്ത് തരാതെ എന്നെ വിട്ടേച്ച ബാപ്പയാണിത്. ഒന്നിങ്ങ് കാണിച്ചതാ അല്ലാ. നജഅൽഹുമാ, ഞാൻ അവരെ ആക്കട്ടെ തഹ്ത അഖ്ദാമിനാ, ഞങ്ങളുടെ കാലിന്റെ കീഴെ അവരുടെ നെഞ്ചത്ത് കയറിയിട്ട് ഞങ്ങളൊന്ന് ചവിട്ടട്ടെ. അതേ മനുഷ്യരെല്ലാം അന്നങ്ങനെ കൊതിക്കുന്ന ദിവസമാണ്.